ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ ഇത് എൻ്റെ കല്യാണ സാരിയാണ്. എത്ര വർഷമായെന്നറിയാം? 42 വർഷത്തോളമായി. 42 വർഷത്തോളം ആകുന്നു. അപ്പോൾ അന്നത്തെ സാരിയാണ്, അന്നത്തെ പ്യുവർ സിൽക്ക് സാരിയാണ്. എന്നിട്ട് ഇതേടെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ സാരികൾ കിട്ടാനുണ്ടോ? ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന സാരിയാണ്. അവരുടെ വീട്ടിൽ നിന്ന് തന്ന സാരിയാണ് ഇത്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? നല്ല കളറല്ലേ? അപ്പം ഞാനിതൊന്ന് ഉടുത്ത് നോക്കിയത് മൊത്തം പിഞ്ചി ഇരിക്കുക. ഒട്ടും കളർ. കാരണം പണ്ടത്തെ പ്യുവർ സിൽക്ക് എന്ന് പറഞ്ഞാൽ ആ നല്ല സിൽക്കായതുകൊണ്ടാണ് ഇത് പൊടിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒന്നും ഇങ്ങനെ പൊടിയത്തില്ല. എന്തെല്ലാം മായങ്ങൾ ചേർത്താണ് ഓരോന്നും ഇതാകുന്നത്. ഇത് കണ്ടില്ലേ? ഇത് തൊട്ടാൽ പൊട്ടുന്ന എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഇതൊന്ന് ഉടുത്ത് നോക്കിയതാണ്. ഭയങ്കര അന്നത്തെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്തെ ചന്ദന കളറാണ്. അതുപോലെയാണ് എൻ്റെ കല്യാണ സാരി. അതും ഞാൻ കാണിച്ചു തരാം. ഇതും ചന്ദന കളർ, ഇതും ബോർഡർ. ഇത് നല്ല കോമ്പിനേഷൻ അല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കേ, കളയണ്ട. ഇതാ എൻ്റെ വീട്ടിലെ സാരിയാണ്. ഞാൻ കല്യാണത്തിന് ഉടുത്തിറങ്ങിയ സാരിയാണ്. ഇതെങ്ങനെയുണ്ട്? പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നന്നായിട്ടിരിക്കുകയാണ്. പക്ഷെ മൊത്തം പിഞ്ചി ഇരിക്കുവാണ്. കണ്ടില്ലേ? തൊട്ടാൽ അലിയുന്ന ഒരു സാരിയാണ്. കണ്ടോ? പ്യോർ സിൽക്കാണ്. വർഷങ്ങളായ സാരിയാണ്. അപ്പോൾ എനിക്കിത് കൊതി ഇതൊന്ന് ഉടുത്തു കാണാൻ. നല്ല ഭംഗിയല്ലേ? പണ്ടത്തെ മറൂൺ കളർ സാരിയാണ് ഫേവറേറ്റ്. കാരണം കല്യാണത്തിന് എനിക്ക് മറൂൺ. ഇത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഇരുന്നപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വരുത്തിയ സാരിയായത്. അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. അപ്പം നാട്ടിൽ നിന്ന് എനിക്ക് വരുത്തിയ സാരിയാണ്. ഇതെനിക്ക് കളയാനൊന്നും മനസ്സൊന്നുമില്ല. എത്ര വർഷമായതാണ്. ഈ ബോർഡർ ഇതേ സെയിം ബ്ലൗസ് ഉണ്ട്. ബ്ലൗസൊക്കെ അങ്ങ് പോയി. എന്നാലും എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ പണ്ടത്തെ സാരികളുടെ ഇതും ഇപ്പോഴത്തെ സാരികളുടെയും കൂടെ വ്യത്യാസമാണ്. നല്ല പ്യോർ ആയതുകൊണ്ടാണ് ഇത് പിഞ്ചി പോകുന്നത് അല്ലേ? വേണ്ട, എൻ്റെ പുറമൊക്കെ കണ്ടില്ല. നല്ല ബോർഡർ, നല്ല ഭംഗിയില്ലേ? അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക. എനിക്ക് ഇതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ തരിക. കാണുന്നവർ സബ്സ്ക്രൈബ് തരിക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.